നമസ്കാരം. ഈ വർഷത്തെ സ്കന്ദ വ്രതം ആചരിക്കുന്നത് ഒക്ടോബർ 27-നാണ്. ആർക്കൊക്കെ ഈ വ്രതം ആചരിക്കാം? ആ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല? പീരീഡ്സ് ടൈമിൽ സ്കന്ദ വ്രതം ആചരിക്കുവാൻ സാധിക്കുമോ? എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശരവണഭവ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്കന്ദ ഭഗവാന് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വലിയ ഗുണങ്ങൾ നൽകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഭക്തർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു. ഇത് അവരുടെ ജീവിതത്തിൽ വളർച്ച, സമൃദ്ധി, അംഗീകാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനും അവരുടെ പരിശ്രമത്തിൻ്റെ ഫലം നേടാനുമുള്ള ശക്തി നൽകി ഭഗവാൻ ഭക്തരെ ശുദ്ധീകരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇനി വ്രതം എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒക്ടോബർ 22 മുതലാണ് വ്രതം ആചരിക്കേണ്ടതായി വരുന്നത്. അതിനു മുമ്പത്തെ ദിവസം നമ്മൾ വീടിനകമെല്ലാം ശുദ്ധമാക്കി പിറ്റേ ദിവസത്തേക്ക് വ്രതം ആചരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. 22 ബുധനാഴ്ച രാവിലെ എഴുന്നേറ്റ് പറ്റുമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതാണ് ഉത്തമം. അതിന് എല്ലാവർക്കും സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന എവിടെയാണോ അവിടെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഭഗവാന് സുഗന്ധമുള്ള പൂക്കൾ സമർപ്പിക്കുക. എന്നിട്ട് ഭഗവാന് നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ചിരാതിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള നിവേദ്യം സമർപ്പിക്കുക അത്യാവശ്യമാണ്. നമ്മളുടെ കയ്യിൽ എന്താണോ നിവേദ്യമുള്ളത്, എന്തെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പഞ്ചാമൃതമെങ്കിൽ അത് തയ്യാറാക്കി സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ല എങ്കിൽ നമുക്കൊരു കൽക്കണ്ടം, അതാണ് ഭഗവാന് നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതെങ്കിൽ അത് സമർപ്പിക്കുക. ഇതൊന്നുമില്ല നമ്മളുടെ കയ്യിൽ കൊടുക്കാനെങ്കിൽ ഭഗവാന് കുറച്ച് ജലത്തിൽ, കിണ്ടിക്കകത്ത് കുറച്ച് ജലത്തിൽ ഒരു തുളസിയില ഇട്ടെങ്കിലും ഭഗവാന് രാവിലെയും വൈകിട്ടും നിവേദ്യം സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് ഈ ദിവസങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. ചില ആളുകൾ ഈ ദിവസങ്ങളിൽ ഉപവാസം പൂർണ്ണമായും അനുഷ്ഠിക്കും. അത് ആരോഗ്യം എത്രത്തോളം അനുവദിക്കുന്നു എന്ന് നോക്കിയതിന് മാത്രമാണ്. ചില ആളുകൾ ഒരിക്കൽ അരി ആഹാരം കഴിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ രാവിലെ എന്തെങ്കിലും ഗോതമ്പിൻ്റെയോ റവയുടെ എന്തെങ്കിലും ആഹാരം കഴിക്കുകയും വൈകിട്ട് സമയത്ത് ചിലപ്പോൾ അല്പം പാല് കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുകയോ ഈ വിധത്തിൽ വ്രതം ആചരിക്കുന്നവരുമുണ്ട്. എന്നാൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചും വ്രതം ആചരിക്കുന്നവരുണ്ട്. എന്താണോ നമ്മളുടെ ആരോഗ്യസ്ഥിതി അതിനനുസരിച്ച് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാൻ ഒരിടത്തും പട്ടിണി കിടന്ന് ഭഗവാനെ വിളിക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഏതവസ്ഥയിലും നമ്മൾ മുരുക എന്നോ അല്ലെങ്കിൽ ശരവണഭവ എന്നോ ആത്മാർത്ഥമായിട്ട് വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് കൈക്കൊള്ളുക തന്നെ ചെയ്യും. പിന്നീട് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ ഭഗവാനോട് മാപ്പ് അപേക്ഷിച്ച് ഞാൻ അറിയാതെ ചെയ്തതാണ്, എനിക്ക് മാപ്പ് തരണം, ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ള പ്രാർത്ഥനയും നമ്മളിൽ എപ്പോഴും വേണം. പിന്നീട് ഈ ദിവസങ്ങളിലെല്ലാം എത്രത്തോളം പ്രാവശ്യം, കുറഞ്ഞത് 108 തവണയെങ്കിലും ശരവണ ഭവ എന്ന നാമം ചൊല്ലുവാൻ ശ്രദ്ധിക്കുക. മുരുക മുരുക എന്ന് എപ്പോഴും ജപിക്കുവാൻ ശ്രമിക്കുക. ഇതിന് കൂടാതെ സ്കന്ദ കവചം അത് ജപിക്കുവാൻ സാധിക്കുന്ന ആളുകൾ അത് ജപിക്കുക. ഇല്ല എങ്കിൽ അത് യൂട്യൂബിലും മറ്റും
കേട്ട് നമ്മൾ അതിനോടൊപ്പം ചെല്ലുവാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഭഗവാൻ നമുക്ക് നൽകുന്നതാണ്. ഈ വ്രതം എടുക്കുമ്പോൾ നമുക്ക് എന്താണോ ആഗ്രഹം, കൂടുതലായും ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് അമ്മമാരാണ്. ശ്രീ പാർവതീദേവി ഭഗവാന് വേണ്ടി 108 വ്രതം അനുഷ്ഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ നല്ല സന്താനങ്ങളെ ലഭിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായുമൊക്കെ നല്ല ഉയർച്ച കൈവരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വ്രതം ആചരിക്കുന്നത്. എന്നാൽ അമ്മമാർ മാത്രമേ ഈ വ്രതം ആചരിക്കാവൂ എന്നൊന്നുമില്ല. നമ്മൾ ആർക്ക് വേണമെങ്കിലും ഈ വ്രതം ആചരിക്കാം. അഭീഷ്ടസിദ്ധിക്ക് ഈ വ്രതം നല്ലൊരു മാർഗമാണ്. നമ്മൾക്കൊരു ജോലി വേണം, അതിനുവേണ്ടി നമ്മൾക്ക് എന്താണോ ആഗ്രഹം അത് ഭഗവാന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നീട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സ് നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരാൻ അത്രത്തോളം അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ദിവസങ്ങളിൽ നമ്മളുടെ വീട്ടിൽ കലഹങ്ങൾ പാടില്ല. എപ്പോഴും വീട് ശുദ്ധവും വൃത്തിയായിരിക്കണം. പിന്നീട് മറ്റുള്ളവരെ കുറ്റം പറയാൻ ശ്രമിക്കുകയോ ദേഷ്യം പ്രകടിപ്പിക്കുകയോ അങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളോ ഒന്നും നമ്മളുടെ മനസ്സിലേക്ക് വരുവാൻ പാടുള്ളതല്ല. എല്ലായ്പ്പോഴും ഭഗവത് നാമങ്ങൾ മാത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ, ഞാൻ ഈ വ്രതം തുടങ്ങുകയാണ്. ഇത് യാതൊരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ ഇത് പൂർത്തിയാക്കി തരണം എന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പിന്നീടൊരു സംശയം എന്ന് പറയുന്നത് പീരിയഡ്സ് ടൈമിൽ ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നാണ്. യാതൊരു കാരണവശാലും സ്കന്ദഷഷ്ഠി വ്രതം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കാതെ ആചരിച്ചു പോരുക. പിന്നീട് ഈ പീരിയഡ്സ് ടൈമിൽ നമ്മൾ യാതൊരു കാരണവശാലും വിളക്ക് കത്തിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അമ്പലങ്ങളിൽ പോകാതിരിക്കുക. നമ്മൾ ഏതവസ്ഥയിൽ നിന്ന് ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ അത് കൈക്കൊള്ളുക തന്നെ ചെയ്യുന്നതാണ്. പീരീഡ്സ് ടൈമിൽ ശ്രദ്ധിക്കേണ്ടതായി വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമാകുക. പിന്നീട് നോൺ വെജ് കഴിക്കാതിരിക്കുക. വ്രതം എങ്ങനെയാണോ നമ്മൾ ആചരിച്ചു കൊണ്ടിരുന്നത് അതേ രീതിയിൽ തുടർന്നു പോവുക. വിളക്ക് കത്തിക്കുകയും അരുത്. ക്ഷേത്ര ദർശനവും പാടുള്ളതല്ല. ഇതിനെല്ലാം ശേഷം പീരീഡ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയതിന് ശേഷം അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് പകലുറക്കം പാടുള്ളതല്ല. പിന്നീട് ബ്രഹ്മചര്യം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീടൊരു കാര്യം, TV കാണുക പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇതിൽ ഭക്തിഗാനങ്ങൾ കേൾക്കുകയോ ഭഗവത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയോ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിൽ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. എപ്പോഴും രാവിലെ മുതൽ നമ്മൾ ഉറങ്ങുന്നതുവരെയും ഭഗവത് നാമങ്ങൾ ചൊല്ലിത്തന്നെ ഈ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഭഗവാനിൽ എത്രത്തോളം ആത്മാർത്ഥമായി സമർപ്പിക്കുന്നോ ഭഗവാൻ അത്രത്തോളം ഗുണങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മൾക്ക് നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു വർഷം വ്രതമെടുക്കുന്നതിന് തുല്യമാണ് തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി വ്രതം ആചരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭഗവാന് ഈ സ്കന്ദഷഷ്ഠി വ്രതം ആചരിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.